ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 5. ഞായറാഴ്ച കാലത്ത് മാധവി തൻ്റെ ഫോണെടുത്ത് ജോത്സിനെ വിളിച്ചതിനു ശേഷം അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന മീരയുടെ അടുത്ത് ചെന്ന്, മോളെ മീരി, നിങ്ങളിന്ന് പോകുന്ന വിവരം പറയാനായി ഞാൻ ഇന്നലെ ജോത്സിനെ വിളിച്ചപ്പോൾ ഇന്ന് കാലത്ത് ഒന്നുകൂടെ വിളിച്ച് വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ വിളിച്ചിരുന്നു. കാലത്ത് 11 മണി വരെ ഉണ്ടാകൂ എന്നാണ് പറഞ്ഞത്. രഞ്ജിത്തിനെ വിളിച്ച് വരാൻ പറഞ്ഞ് നിങ്ങൾ വേഗം പൊയ്ക്കോളൂ, സമയം വൈകിക്കണ്ട, മാധവി മീരയോട് പറഞ്ഞു. വല്യമ്മേ, രഞ്ജിത്ത് കാറുമായല്ലേ വരുന്നത്, വല്യമ്മേ ഞങ്ങളോടൊപ്പം വരൂ. വല്യമ്മ വേണ്ട കാര്യങ്ങളെല്ലാം ജോത്സിനോട് പറയാൻ. എനിക്കൊന്നും പറയാൻ കഴിയില്ല, മീര ആവലാതിപ്പെട്ടു. ഇന്നലെ വിളിച്ചപ്പോൾ ജോത്സിനോട് ഞാൻ എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ജാതകങ്ങൾ ഏൽപ്പിച്ചാൽ മാത്രം മതി. രഞ്ജിത്തിനോട് ജാതകം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അയ്യോ വല്യമ്മേ, ഞാനത് പറയാൻ മറന്നുപോയി. എങ്കിലും വരുമ്പോഴേക്കും ഫോണിൽ വിളിച്ചൊന്ന് പറയൂ. മീനു, രഞ്ജിത്തിനൊന്ന് വിളിച്ചവൻ വരുമ്പോൾ അവൻ്റെ ജാതകം കൊണ്ടുവരാൻ പറയൂ. മുറിയിൽ ഫോൺ നോക്കിയിരിക്കുന്ന മീനുവിനെ നോക്കി മീര പറഞ്ഞു. അപ്പം ഇന്നലെ ചേച്ചി പറഞ്ഞില്ലേ കൊണ്ടുവരാൻ? മീനു മുറിയിൽ നിന്നും ഉറക്കെ ചോദിച്ചു. ഇല്ല, ഞാൻ മറന്നുപോയി. പിന്നെ ജോത്സ്യൻ 11 മണി വരെയേ ഉള്ളൂ, വേഗം പോണെന്നുകൂടി പറയൂ. ആ പറയാം എന്ന് പറഞ്ഞ് മീനു തൻ്റെ ഫോണിൽ നിന്ന് രഞ്ജിത്തിനെ വിളിച്ചു. വല്യമ്മയില്ലാതെ ജോത്സ്യനെ കാണാൻ പോകാൻ എനിക്കെന്തോ എന്ന് മീര പറഞ്ഞ് മുഴുവിപ്പിക്കുമ്പോഴേക്കും, അയ്യോ ഞാനും വരാം, ഇനി ഇതിൻ്റെ പേരിൽ നീ പോകാതിരിക്കല്ലേ എന്ന് മാധവി വേഗം പറഞ്ഞു. ആഹാ, നല്ല വല്യമ്മ എന്ന് മീര കുസൃതിയോടെ പറഞ്ഞു. അപ്പോഴേക്കും രഞ്ജിത്തിനെ വിളിച്ച വിവരം പറയാനായി മീനു അവിടേക്ക് വന്നു. ചേച്ചി വേഗം റെഡിയായിക്കോ, രഞ്ജുവേട്ട ഇപ്പം എത്തും എന്ന് പറഞ്ഞ് ഒരു പാത്രം എടുത്ത് ചുട്ടുവെച്ച ദോശയിൽ നിന്നും തനിക്ക് വേണ്ടത് എടുത്ത് കഴിക്കാൻ തുടങ്ങി. മീനു, നമ്മളോടൊപ്പം വല്യമ്മയും വരുന്നുണ്ട്, മീര പറഞ്ഞു. ആഹാ, ഞാൻ രാവിലെ ചോദിച്ചപ്പോൾ കൂടി അമ്മ ഇല്ലെന്നല്ലേ പറഞ്ഞത്, ഇപ്പം പെട്ടെന്ന് തീരുമാനം മാറ്റിയോ? മീനു മാധവിയോട് ചോദിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു അല്ലേ വല്യമ്മേ? മീര മാധവിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹാ, ഇപ്പം മനസ്സിലായി, അമ്മയില്ലാതെ ചേച്ചിക്ക് പോകാൻ മടി അല്ലേ? മറുപടിയായി മീര തലയാട്ടി. മറ്റൊന്ന് എനിക്ക് എക്സാം ഉള്ളതല്ലേ, എന്നാൽ ഞാനിരുന്ന് പഠിച്ചോട്ടെ, ഇനി ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട, നീ പഠിച്ചോ, വല്യമ്മയുണ്ടല്ലോ, ഞങ്ങൾ പോയിട്ട് വരാം, മീര മറുപടി പറഞ്ഞു. മാധവിയും അത് തന്നെ മീനുവിനോട് ആവർത്തിച്ചു. കുറച്ചു കഴിഞ്ഞതും രഞ്ജിത്ത് അവിടെ എത്തി തൻ്റെ ജാതകം എടുത്ത് മാധവി അപ്പച്ചിയെ ഏൽപ്പിച്ചു. മീനു വരുന്നില്ലേ? രഞ്ജിത്ത് ചോദിച്ചു. ഇല്ല, പകരം ഞാൻ വരുന്നുണ്ട്, അവൾക്ക് എക്സാം അല്ലേ, പഠിച്ചോട്ടെ എന്ന് കരുതി, മാധവി മറുപടി പറഞ്ഞു. അധികം വൈകാതെ അവർ മൂവരും ജോത്സ്യൻ്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു. ജോത്സ്യൻ്റെ വീടെത്തിയതും അവരെ കണ്ടപാടെ തൻ്റെ ദർശനമുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ച്, പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നോളൂ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ജോത്സ്യൻ പൂജാമുറിയിലേക്ക് പോയി. അവർ 3 പേരും ജോത്സ്യൻ പറഞ്ഞത് പ്രകാരം ആ മുറിയിൽ കയറിയിരുന്നു. അല്പസമയം കഴിഞ്ഞതും ജോത്സ്യൻ അവിടേക്കെത്തി മാധവിയോട് അവരുടെ ജാതകങ്ങൾ ആവശ്യപ്പെട്ടു. രഞ്ജിത്തിൻ്റെയും മീരയുടെയും ജാതകങ്ങൾ നോക്കിയതിനു ശേഷം വളരെയധികം സന്തോഷത്തോടെ ജോത്സ്യൻ അവരെ നോക്കിയിട്ട്, ഒരുപാട് നാളായി ഇത്രയും പൊരുത്തമുള്ള ജാതകങ്ങൾ തമ്മിൽ കണ്ടിട്ട് എന്ന് പറഞ്ഞ് മീരയെ നോക്കി, തൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലെ സ്ത്രീകൾക്കുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്ന ഒരു ദോഷവും തനിക്കില്ല. ഈ പയ്യനുമായി തൻ്റെ വിവാഹം നടന്നാൽ ദീർഘസുമംഗലിയും ഏറെ സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതവുമാണ് കുട്ടിക്ക് കാണുന്നത്. തൻ്റെ ജാതകം ഇതിനു മുമ്പ് നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഒരു ദോഷവും ഇല്ലെന്ന്. ഇപ്പം ഇത്രയും മംഗല്യപൊരുത്തമുള്ള 2 ജാതകങ്ങൾ തമ്മിൽ ചേരുകയും കൂടെ ചെയ്തപ്പോൾ ഒന്നും പറയാനില്ല, അത്രയും മികച്ചത്. ഇനി എന്തിനാ കുട്ടി പൂജയൊക്കെ ചെയ്ത് നോക്കുന്നത്? ഒരു ദോഷവും തനിക്കില്ലെന്നേ, ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട. എന്നിട്ട് മാധവി, ഈ കുട്ടികളുടെ കല്യാണം ധൈര്യമായി നടത്തിക്കോളൂ, ഒരു ഭയവും വേണ്ട. അത് കേട്ടപ്പോൾ മാധവി അത്യധികം സന്തോഷത്തോടെ ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ മീരയെയും രഞ്ജിത്തിനെയും നോക്കി. ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നിച്ചാൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിരിക്കും, അത്രയ്ക്ക് അപൂർവ പൊരുത്തമാണ്, ജോത്സ്യൻ രഞ്ജിത്തിനോട് പറഞ്ഞു.
അത് കേട്ടപ്പോൾ രഞ്ജിത്തിനും സന്തോഷമായി. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും മീരയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെയും ഒരാശങ്ക. മാധവിയുടെ ചെവിയിൽ, വല്യമ്മേ, അപ്പോൾ പൂജ ചെയ്ത് നോക്കണ്ടേ? മീര ചോദിച്ചു. മീരയുടെ ചോദ്യം മാധവി ജോൺസിനോട് പറഞ്ഞപ്പോൾ, 48 വർഷമായി ഞാൻ ഈ മേഖലയിൽ. വെറുമൊരു തൊഴിലായിട്ടല്ല കണ്ടിരിക്കുന്നത്. ഇത്രയും നാളും കൊണ്ടുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്, അപൂർവമായിട്ട് എല്ലാ പൊരുത്തങ്ങളും ഒത്തിണങ്ങിയ 2 ജാതകങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളൂ. ഇവരുടെ മംഗല്യപ്പൊരുത്തം കാണുമ്പോൾ തന്നെ അറിയാം, ദൈവം ഇവർ കൂട്ടിച്ചേർക്കുന്നത് പിരിക്കാനല്ല, വരും ജന്മങ്ങളിലും ഒന്നു ചേരാനാണെന്ന്. പിന്നെ പൂജ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം, കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ മറ്റൊരു ജാതകവുമായി ഒരിക്കലും കുട്ടിയുടെ ജാതകത്തിൽ ഇത്രയും പൊരുത്തം ഉണ്ടാകില്ല. അതുമല്ല, ജാതകങ്ങൾ തമ്മിൽ നോക്കുന്ന സമയത്ത് ജോത്സ്യൻ്റെ മനസ്സ് മുഷിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ ജാതകങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചേർച്ചക്കുറവോ ഈശ്വരൻ കാണിച്ചു വന്നിരിക്കും. എൻ്റെ കബഡിപ്പലകയെ തൊട്ട് എൻ്റെ ജ്ഞാനം വെച്ച് പറയുകയാണ്, ഇത്രയും ആത്മസംതൃപ്തി നൽകിയ ഒരു പൊരുത്തം നോക്കൽ ഈ അടുത്ത കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയും, കുട്ടിക്ക് ഒരു ദോഷവും ഇല്ല. കുട്ടിക്ക് ചേരുന്ന പൊരുത്തമുള്ള ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇനിയും കുട്ടിക്ക് പൂജ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് ചെയ്യാം. ജോൽസിൻ്റെ ഉറച്ച വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മീര കൂടുതലൊന്നും ചിന്തിക്കാതെ മറുപടി പറഞ്ഞു. വേണ്ട, പൂജ ചെയ്യണമെന്നില്ല, എനിക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞ് മീര വല്യമ്മയെ നോക്കി. മീരയ്ക്ക് അവൾ കരുതിയതുപോലെയുള്ള ഒരു ദോഷവും ഇല്ലെന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിവുണ്ടായതിൽ മാധവിയും രഞ്ജിത്തും സന്തോഷിച്ചു. ഇവരുടെ മുഹൂർത്തം കൂടി നോക്കണ്ടേ? ജോൽസൻ ചോദിച്ചു. ഇപ്പം വേണ്ട, രഞ്ജിത്ത് അടുത്ത ലീവിന് വരുമ്പോൾ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് മാധവി തൻ്റെ പേഴ്സിൽ നിന്നും ജോൽസിനുള്ള പണം എടുത്തു കൊടുത്ത് അവർ അവിടെ നിന്നും ഇറങ്ങി. മീരയോടും രഞ്ജിത്തിനോടും കാറിൽ പോയിരുന്നോളൂ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് മാധവി ജോൽസിൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള പൂജാ സ്റ്റോറിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി അങ്ങോട്ട് പോയി. മീരയും രഞ്ജിത്തും കാറിൽ കയറിയതും, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ മീരെ, ഇതോടെ നിർത്തിക്കോളുന്ന വേണ്ടാത്തൊരു ചിന്തകളും കൊണ്ട് നടക്കുന്നത് ജീവിതം നശിപ്പിക്കാനായിട്ട്, അതിനെല്ലാം കൂട്ടുനിൽക്കാനൊരു അപ്പച്ചിയും. രഞ്ജിത്ത് മീരയെ ശാസിച്ചു. അത് കേട്ട് മീര രഞ്ജിത്തിനെ തുറച്ചു നോക്കുന്നത് കണ്ട്, നോക്കണ്ട നീ എന്നെ, നാട്ടിലുള്ള സകല അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന നിന്റെ ആ മണ്ടൻ തലയെ അടിച്ചു പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ സ്വയം ചിന്തിച്ചുണ്ടാക്കും, എന്നിട്ട് അത് തീർക്കാൻ ജോത്സ്യന്മാരുടെ പിന്നാലെ നടക്കും. രഞ്ജിത്ത് മീരയുടെ ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, തലതല്ലി പൊട്ടിക്കാൻ ഇങ്ങോട്ട് വാ, എൻ്റെ കൈ പിന്നെ മാങ്ങ പറിക്കാൻ പോയിരിക്കുകയാണല്ലോ. മീര ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. നീ മാങ്ങയോ ചക്കയോ എന്ത് വേണേലും പറിച്ചോ, ജോത്സ്യനെ കണ്ടതിന് ശേഷം തീരുമാനിക്കുന്നല്ലേ പറഞ്ഞത്. നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ ഇത്രയേറെ ചേർച്ചയുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിനക്ക് വിവാഹത്തിന് എതിരഭിപ്രായം ഉണ്ടോ? രഞ്ജിത്തിൻ്റെ ചോദ്യത്തിന് മീര മറുപടി പറയാനൊരുങ്ങുമ്പോഴേക്കും അവിടേക്ക് മാധവി സാധനങ്ങൾ വാങ്ങി തിരിച്ചെത്തി. മാധവി കാറിൽ കയറിയതും, ഇനി വീട്ടിലേക്ക് പോകുകയല്ല അപ്പച്ചി എന്ന് രഞ്ജിത്ത് ചോദിച്ചു. ആ, പോകുന്ന വഴിക്ക് കാളിയങ്കാവിലൊന്ന് വണ്ടി നിർത്തണേ. നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ യാതൊരു പൊരുത്തക്കേട് ഉണ്ടാകാതിരിക്കാൻ 1000 രൂപയുടെ വഴിപാട് നേർന്നിട്ടുണ്ട്. പൈസയും പിന്നെ ഈ പൂജാ സാധനങ്ങളും അവിടെ ഒന്ന് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നിട്ട് മീരയെ നോക്കി, മീരി, ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ? വല്യമ്മ പറഞ്ഞതുപോലെ മോളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദോഷമില്ലെന്ന് മനസ്സിലായില്ലേ? ഇനി എൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ, ഈശ്വരനുണ്ട് കൂടെ. മാധവി പറഞ്ഞതും രഞ്ജിത്തും മീരയും പരസ്പരം നോക്കുന്നത് കണ്ട്, എന്താ നിങ്ങൾ പരസ്പരം ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എൻ്റെ അന്ധവിശ്വാസങ്ങൾക്കെല്ലാം വല്യമ്മയാണ് കൂട്ടിരിക്കുന്നതെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. മീരയുടെ മറുപടി കേട്ടതും, അവൾ ഒരുപാട് വേദന അനുഭവിച്ചതല്ലേ, ജീവിതാനുഭവങ്ങളല്ലേ അവളെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ കാരണം. അവളുടെ വിഷമങ്ങളിൽ കൂടെ നിൽക്കാൻ ഞാനല്ലേ ഉള്ളൂ അവൾക്ക്. ഇനി ഇതിൻ്റെ പേര് രണ്ടാളും കൂടി വഴക്കിടണ്ട. അവളുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ ജോത്സ്യനെ കണ്ടു. ഇപ്പോൾ അവൾക്ക് സന്തോഷം, നമുക്കും സന്തോഷം. പിന്നെ നീ ബാലമ്മയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞോ? ഇല്ല, വീട്ടിൽ പോയിട്ട് നേരിട്ട് അച്ഛനോടും അമ്മയോടും പറയാമെന്ന് കരുതി. മാധവി മൂളി. വല്യമ്മയും രഞ്ജിത്തും സംസാരിക്കുന്നതിലൊന്നും ശ്രദ്ധിക്കാതെ മീര വളരെയധികം സന്തോഷത്തോടെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. 4-5 വർഷമായി അവളുടെ മനസ്സ് ഒരു മരുഭൂമി പോലെയായിരുന്നു. അവിടെ ഒരു കുളിർമഴ പെയ്തിറങ്ങിയപ്പോഴുള്ള അനുഭൂതിയാണിപ്പോൾ അവൾക്ക്. മനസ്സിൻ്റെ ഭാരം മുഴുവൻ ഒഴുകിപ്പോയതുപോലെ. അവളുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്നു. മനസ്സുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് മീര പുറത്തേക്ക് നോക്കിയിരുന്നു. യാത്രക്കിടയിൽ ബൈക്കിൽ ചേർന്നിരുന്ന് കിന്നാരം പറഞ്ഞു പോകുന്ന ദമ്പതികളെ മീര കാണാനിടയായി. ആ കാഴ്ച
അവളുടെ മുഖത്തൊരു നേരിയ പുഞ്ചിരി വിടർത്തി. രഞ്ജിത്ത് ഇടയ്ക്കെല്ലാം കാറിൻ്റെ സെൻറ്റർ മിററിലൂടെ മീരയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് മിന്നിമറിയുന്ന പുഞ്ചിരി അവൻ ആ കണ്ണാടിയിലൂടെ കണ്ടു. ഏതൊരു പെണ്ണിൻ്റെ ഉള്ളിലുമുണ്ടാകും വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്തരം സ്വപ്നങ്ങളെല്ലാം മീരയ്ക്ക് ദുസ്വപ്നങ്ങൾ മാത്രമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ അത്തരം നിമിഷങ്ങൾക്കെല്ലാം സ്ഥാനമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷം പുറകിലെ സീറ്റിലിരുന്നു കൊണ്ട് മീര രഞ്ജിത്തിനെ ശ്രദ്ധിച്ചു. മീരയുടെ മനസ്സ് സംഘർഷം നിറഞ്ഞതായി. രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ താൻ കാണിച്ചത് മണ്ടത്തരമായി പോയോ എന്ന് അവൾ ചിന്തിച്ചു. ജോത്സനെ കണ്ടതിനു ശേഷം തീരുമാനിക്കാമെന്ന് മീര രഞ്ജിത്തിനോട് പറയാൻ കാരണം തന്നെ മീരയ്ക്ക് ഉറപ്പായിരുന്നു താൻ വിശ്വസിച്ചതുപോലെ തനിക്ക് അങ്ങനൊരു ദോഷമുണ്ടെന്ന് തന്നെ കർമ്മത്തിലൂടെ തെളിയുമെന്ന്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹമേ ഉണ്ടാകില്ലെന്ന് മീര ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ തൻ്റെ ചിന്തകളെല്ലാം തെറ്റിയിരിക്കുന്നു. രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ ശരിക്കും താൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ജോത്സൻ പറഞ്ഞതുപോലെ ദൈവനിശ്ചയമാണോ എൻ്റെയും രഞ്ജിത്തിൻ്റെയും വിവാഹം? മീര ചിന്തിച്ചു. പക്ഷേ രഞ്ജിത്തിൻ്റെ വിവാഹം കഴിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടി മീരയ്ക്ക് കഴിയുന്നില്ല. ത്രിശങ്ക സ്വർഗത്തിൽപ്പെട്ട അവസ്ഥ പോലെയായി മീരയപ്പോൾ. മീര അങ്ങനെ പലതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് രഞ്ജിത്ത് വണ്ടി സൈഡാക്കി നിർത്തിയത് കണ്ട്, എന്താ രഞ്ജിത്ത്, എന്തിനാ വണ്ടി നിർത്തിയത്? മീര ചോദിച്ചു. തുടരും. ഈ ഭാഗം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. മീര ആരെ വിവാഹം ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കാർത്തികിനെയോ അതോ രഞ്ജിത്തിനെയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. തുടർന്നും കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.